ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പം നോക്കാൻ പോണത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഈ ഒരു നിമിഷത്തെ ഫീലിംഗ്. കാരണം ഇന്നലെ ഫുൾ മൂണായിരുന്നു. അപ്പോൾ ഇത് കഴിയുമ്പോൾ അവരുടെ ഇമോഷൻ, നമ്മൾ പൊതുവേ ഫുൾ മൂണൊക്കെ കഴിയുന്ന സമയത്ത് ഇമോഷനിൽ ചേഞ്ച് വരാറുണ്ട്. എന്ത് മാറ്റമാണ് ഈ ഒരു സമയം അവരുടെ ഇമോഷനിൽ വന്നേക്കുന്നതെന്ന് നോക്കാം. എന്താണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കറണ്ട് ഫീലിങ്സ് ആണ്, ട്രൂ ഫീലിങ്സ് ആണ് ഈ ഒരു സമയം. എന്താണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ്? എംബ്രസ് എനർജിയാണ്. Nine of Swords, the Devil, Knight of Wands, Nine of Wands, the Hanged Man. ബോട്ടം വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. ഡ്രീം കം ട്രൂ ആണ്, ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ജീവിതം എന്ന് പറയുന്നത് അവരുടെ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഫുൾഫിൽമെൻ്റ് ഉള്ളൂ എന്നാണ് അവർ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് എംബ്രസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് അവർ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൽ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ട് നിങ്ങളോടെന്ന് പറഞ്ഞാൽ ഓവറോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സും ശരീരവും ഒക്കെ അവർ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത്രയും ഒരു ഒബ്സഷൻ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർക്ക് നിങ്ങളുള്ളത്. പൊതുവെ ഒരുപാട് അട്രാക്റ്റഡ് ആണ് നിങ്ങളോട്. അവർക്ക് ശരിക്കും ഒരു ഡീപ്പായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു വാല്യൂ അവർ തരുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു സ്പെഷ്യൽ പേഴ്സൺ തന്നെയാണ്, അല്ലാതെ കുറേ ആൾക്കാരിൽ ഒരാളല്ല. നിങ്ങളാണ് സ്പെഷ്യൽ. കുറേ ആൾക്കാരുണ്ടെങ്കിലും അതിൽ സ്പെഷ്യൽ നിങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നയൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിലൊരു ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇല്ലാതെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഉറക്കം നഷ്ടപ്പെടുന്നു. നയൻ ഓഫ് സോഡ്സ് ഉറക്കമില്ലാതെ ഇരിക്കുന്ന ഒരാളിൻ്റെ എനർജിയാണ് ഇത്. ഒന്നുകിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് എനിക്ക് ഇത്രയും അട്രാക്ഷനും ഒബ്സഷനും എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ആയത്, അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങളുടെ എനർജി അവരെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ ഉപരി അവരെ ഡിസ്റ്റർബും ചെയ്യുന്നുണ്ട്. കാരണം ഇതിലൊരു ഡെവിൾ വന്നിട്ടുണ്ട്. ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലാണ്. വിട്ടുകളയാൻ പറ്റാത്ത ഒരു ബോണ്ട് നിങ്ങളോട് ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു സമയം അവർക്ക് ഡീപ്പായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയോട് മാത്രം ഇത്രമേൽ അറ്റാച്ച്മെൻറ്റ് എനിക്കുള്ളത്? അവർക്കെന്നാൽ പൂർണ്ണമായിട്ടും അത് നിങ്ങളോട് പറയാനും പറ്റൂല. അവർക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റൂല. ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മറക്കാൻ പറ്റാത്ത ഒരു സ്ട്രോങ് കണക്ഷനാണ് നിങ്ങളോടുള്ളത്. അതാണ് ഇതിലൊരു ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ട്. ഫിസിക്കൽ അട്രാക്ഷനും മാത്രമല്ല, നിങ്ങളെന്ന വ്യക്തിയോട് ഓവറോൾ ഒരു ശരിക്കും ഒരു അട്രാക്ഷൻ എന്നോ അഡിക്ഷൻ എന്നോ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് ഇത് പോയിട്ടുണ്ടെന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഒരു ആകർഷണം ശരിക്കും ഉണ്ട് കേട്ടോ. കാണണം, സംസാരിക്കണം, കാണാനുള്ള ഒരു ഇത് അവർക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സമയം. നിങ്ങളെ കണ്ടേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ചില സമയങ്ങളിൽ അവർക്ക് നിങ്ങളെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാതെ അവർ ഓക്കെയാണ്.
എന്ന് ഇരിക്കുന്ന സമയമുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണണം, കണ്ടേ പറ്റുള്ളൂ എന്നുള്ള, അതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. കണ്ടേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ. 9 ഓഫ് ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കാത്തിരിപ്പിൻ്റെ എനർജിയാണ് ഇതിൽ. എപ്പോഴോ അവർ വേദനിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇത് അവർ തന്നെ സ്വയം ഉണ്ടാക്കുന്ന ഒരു എസ്കേപ്പിസം ആയിരിക്കണം. ഈ ഞാൻ ഹർട്ടായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയമാണ് എന്ന് അവരെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 9 ഓഫ് ഫാൻസും വന്നിട്ടുണ്ട്, 9 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്, 9 ഓഫ് ഫാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് യഥാർത്ഥത്തിൽ അവർക്കറിയാം. പക്ഷേ നിങ്ങളോട് അവർ തെറ്റ് ചെയ്തു എന്നും അവർക്കറിയാം. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവരെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അവർ പറയുന്നു, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹർട്ടായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയമാണ്. സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്, എനിക്ക് ഭയമാണ്, ഇതിലങ്ങ് അഡിക്റ്റഡ് ആയി പോകുമോ എന്നുള്ള ഭയമാണ്, അല്ലെങ്കിൽ പണ്ട് ഞാൻ വേദനിച്ചത് ഭയമാണ്, ഞാൻ ഒരുപാട് ഹർട്ടായിട്ടുണ്ട് ഇതിലെന്നൊക്കെയാണ് അവർ പറയുന്നത്. കാരണം അത് ഒരു ഒളിച്ചോട്ടമാണ്. യഥാർത്ഥത്തിൽ അവർ ഒളിച്ചോടുകയാണ്. കാരണം അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റണില്ല റിയാലിറ്റിയെ. കാരണം അങ്ങനെ റിയാലിറ്റിയെ ഫേസ് ചെയ്താൽ ഇവരൊരു സീറോ ആയിപ്പോവും. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളെ അവർ അത്രമേൽ വില തരുന്നു എന്നുള്ളതാണ് കേട്ടോ. അത്രയും വില അവർക്ക് തരുന്നുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയും വാല്യൂ ഉള്ള ഒരാളിനെ ഞാൻ വിട്ടിട്ട് പോയതെന്ന് സ്വയം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് എസ്കേപ്പ് ചെയ്യാനാണ് നിങ്ങൾ പറ്റിച്ചിട്ടുണ്ടെന്നും നിങ്ങളിൽ ഹർട്ടായിട്ടുണ്ടെന്നും ഒക്കെ അവർ സ്വയം പറയുന്നത്. പിന്നെ ഇതിൽ ഹാങ്ഡ്മാനാണ്. അപ്പോൾ ഒരു സ്റ്റക്കായി പോയ ഫീലിംഗ് ആണ്. ഇതൊന്നും മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് പറ്റണില്ല. എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. വേറെ ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. വേറെ ഒരു വ്യക്തികളുടെ രൂപമോ ഭാവമോ ശബ്ദമോ ഒന്നും തന്നെ അവർക്ക് നിങ്ങൾ നിന്ന സ്ഥലത്ത് വേറെ ആരെയും അവർക്ക് നിർത്താൻ പറ്റണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ സ്റ്റക്കായി പോയപ്പോൾ ഒരു പേടിയുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊരു ഭയമായിരിക്കും, അയ്യോ ഇതിൽ തന്നെ ഇങ്ങനെ ആയിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയം. കാരണം വേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും അവർക്ക്. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഒളിച്ചോടുന്നത് നിങ്ങൾ തന്നെ കുറച്ച് കുറ്റം പറയും. നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്, അപ്പോൾ നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം നിങ്ങളെ കുറ്റം പറഞ്ഞ് അവർ സ്വയം എസ്കേപ്പ് ആകും എന്നാണ് കാണുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേൾഡാണ്. വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങളില്ലാതെ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും പൂർണ്ണതയില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം ഫുൾഫിൽ ആവുള്ളൂ, അതവർക്കറിയാം. അപ്പോൾ ഇതൊരു കാർമികമായിട്ടുള്ള ഒരു ലെസൺ പഠിപ്പിച്ച് വീണ്ടും യൂണിയനിലേക്ക് എത്താൻ പോണ ഒരു റിലേഷൻഷിപ്പാണ്. യൂണിയൻ മീൻസ് ചിലപ്പോൾ ഒരിക്കലും ഒരുമിച്ച് തന്നെ ജീവിക്കാൻ പറ്റണം എന്നുള്ളതല്ല, ഇപ്പോഴത്തെ സെപ്പറേഷൻ മാറണം എന്നുള്ളതാണ്. ചിലപ്പം പല ആൾക്കാർക്കും ഇതൊരു ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു ഇതായിരിക്കില്ല. പക്ഷേ അവർ റിയലായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എന്താണ്. അപ്പോൾ നിങ്ങളെ വിട്ടുകളയാൻ പറ്റൂല. അപ്പോൾ അവർ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയോട് മാത്രം എനിക്ക് ഇത്രയും അട്രാക്ഷൻ. അപ്പോൾ അത് അവരെ കൊണ്ടെത്തിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഒരിക്കലും വിട്ട് കളയാൻ പറ്റൂല. ഇത് തിരിച്ചിതിലേക്ക് വന്നേ പറ്റുള്ളൂ. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഒരു യൂണിയൻ ഉണ്ടായി. യൂണിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു യൂണിയൻ അങ്ങനെയൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ നിങ്ങളെല്ലാം പറഞ്ഞ് വളരെ ഫുൾഫിൽ ചെയ്ത് പോകുന്നൊരു റിലേഷൻഷിപ്പ്. അത് പരസ്പരം മനസ്സിലാക്കി, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്സും മനസ്സിലാക്കി, നിങ്ങളുടെ സാഹചര്യങ്ങളും മനസ്സിലാക്കി, രണ്ടുപേരും ഈഗോയൊന്നും ഇല്ലാതെ പൂർണ്ണതയോടെ നിങ്ങൾ ഒരുമിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അത് കാണണമെന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. ഇതൊരു കാർമിക് ആണെങ്കിൽ ആ കാർമിക് ലെസൺ ഈ ഒരു സമയം അവസാനിക്കുന്നു, ഈ ഒരു ജന്മത്തിൽ അവസാനിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ കറണ്ട് ഫീലിങ്സ്. അവരൊരുപാട് ഇപ്പം നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓവർ തിങ്കിങ് എന്ന് മാത്രമല്ല, ഒരു ശരിക്കും എന്താണ് ഒരു അഡിക്ഷനും ഒക്കെ ഉണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നത് മാത്രം എടുക്കുക കേട്ടോ.
അല്ലാത്തത് വിട്ടുകളയുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.